ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചട്ടി എങ്ങനെ മയക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ അകത്തുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് മയക്കിയെടുക്കുന്നതാണ്. ഇത് കലാകാലമായിട്ട് പണ്ട് മുതലേ പിന്തുടർന്നു പോന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് ഈ കഞ്ഞിവെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പം തിളക്കാൻ വെച്ചിട്ടാണുള്ളത്. അതിനകത്ത് ഗ്യാസിലായതുകൊണ്ട് നമ്മളിത് അടുപ്പ് കത്തിച്ചു. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് എണ്ണയൊഴിച്ചു. അപ്പോൾ അത് തിളച്ച് പൊന്തും. നല്ല രീതിയിൽ തിളച്ച് പൊന്തുമ്പം ആ ചട്ടീൻ്റെ ആ ഒരു മണ്ണിൻ്റെ മണം എന്ത് ചെയ്യുന്നു, മാറിക്കിട്ടുന്നു. ഇതിപ്പം നല്ല രീതിയിൽ തിള വന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ നല്ല തിളച്ച് കഴിയുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മണവും അതുപോലെ വെളിച്ചെണ്ണയുടെ മണവും കൂടെ മിക്സായി വരുമ്പോൾ ചട്ടിയുടെ മണ്ണിൻ്റെ മണം മാറിക്കിട്ടും. അതിന് ശേഷം ഈ വെള്ളം നമ്മൾ പുറത്തേക്ക് കളഞ്ഞു നോക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിധത്തിലും കൂടെ ഈ ചട്ടി നമുക്ക് മയക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ചട്ടി വെച്ചു, അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം വേണമെന്നില്ല, എന്നാലും കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തേയിലപ്പൊടി ഇട്ടെടുക്കുന്ന ആ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. ഈ തേയിലപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നമ്മുടെ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിപ്പം തിളച്ച് പൊന്തിയ സമയത്ത് ഈ വെള്ളം നമ്മൾ കളയുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ്, ഈ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് ചുറ്റി കൊടുക്കുക. അതായത് എല്ലാ ഭാഗത്തും ഈ എണ്ണ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തും തിള വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് പൊന്തും. അങ്ങനെ പൊന്തുന്ന സമയത്ത് ഇത് നമ്മൾ ഓഫാക്കിയിട്ട് ഒരു ദിവസം അതേപോലെ തന്നെ വെച്ചിട്ട് എണ്ണ കളഞ്ഞ് ഉപയോഗിക്കാം. പിന്നെ അധികം നമ്മൾ സോപ്പ് ഇതും ഇട്ടിട്ട് ആദ്യത്തെ ഭാഗം ചെയ്യുന്നില്ല. ഇത് സാധാരണ പോലെ കഴുകിയെടുക്കാം.